അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. നന്മകൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അംഗീകരിക്കും. അതിനോടൊരിഷ്ടം നമ്മുടെ മനസ്സുകൾക്ക് എപ്പോഴും തോന്നും. വളരെ ആവേശകരമായിട്ടുള്ള ഒരു ലോക ഫുട്ബോൾ മത്സരത്തിന് സമാപനം കുറിച്ച ദിവസങ്ങളിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളത്. ധാരാളം ചർച്ചകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ അവസാനമായി ലോകകപ്പ് നേടിയിട്ടുള്ള ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടതാണ് ലാമിൻ യമാൽ. സത്യത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കളിക്കാരൻ. അപ്പോൾ സത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു ഭാവിയും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും പ്രയാസപ്പെട്ട കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് അവൻ്റെ കുടുംബത്തെ സഹായിച്ച 2 പേരുടെ പേരുകളാണ് ചേർത്തിട്ടാണ് അവൻ്റെ പേരെന്ന് പറയുന്നത്. ഇത്രയും പ്രശസ്തമായി ലോകത്തെ മുഴുവൻ ആളുകളും ഈ പേര് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു നന്മയുടെ ചർച്ച വരുന്നുണ്ടല്ലോ. ഇത്രയും പ്രയാസകരമായ ആളുകളെ സഹായിച്ച 2 ആളുകൾ ആ ചിത്രത്തിൽ വരുന്നത് നമ്മൾ കാണും. നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽപ്രവർത്തനങ്ങളും അതനശ്വരമാവുകയും അത് പ്രസിദ്ധി നേടുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മളതിനു വേണ്ടി ചെയ്യുന്നതാവില്ല അത്, പക്ഷേ അതിന് വലിയ അനന്തരഫലങ്ങളുണ്ടാകും. നന്മകളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണത്. മാത്രമല്ല, കളിക്കളത്തിൽ നമ്മൾ കുറച്ചൊക്കെ മികച്ച കളിക്കാരാകുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരഹങ്കാരവും എല്ലാം വരിക സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ വളരെ വിനീതമായിട്ടാണ് കളിക്കളത്തിൽ ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥനാപൂർവം കളിക്കളത്തിലെ രംഗങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ ഏറ്റവും എതിരാളിയായ കളിക്കാരനെ തോളിൽ പിടിച്ച് പരാജയത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സും ഒരു നന്മയായി ഈ സന്ദർഭത്തിൽ ആളുകൾ വിലയിരുത്തുന്നു. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ ആ നന്മയെ അംഗീകരിക്കാനും ആ നന്മയോട് സ്നേഹം തോന്നാനുമുള്ളൊരു മനസ്സ് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെയാണെങ്കിലും ഏത് രംഗത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും അവിടെയെല്ലാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത് പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള കടമകളിലും ഒരിക്കലും നമ്മുടെ മികവുകളും നമ്മുടെ മഹത്വങ്ങളും നമ്മളെ അത് വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ കഴിവുകൾ നേടുമ്പോൾ അതെല്ലാം എൻ്റെ കഴിവാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാഹുവിൽ നമ്മളാക്കലും അവൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ലാത്ത പോലെ തോന്നും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു വില കൽപ്പിക്കുവാനും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുവാനോ സാധിക്കാതെ വരും. അവിടെ നമ്മുടെ വിനയമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നന്മകളെ അംഗീകരിക്കുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും നല്ലത് ചെയ്യുവാനും സാധിക്കുക എന്ന അതിൻ്റെ അനശ്വരതയെയും അതിൻ്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് പൊതുവെ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമെന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയത്. നല്ലതിനെ പിന്തുണക്കുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും.